ഇന്ന് തയ്യാറാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയാണ് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 450 ഗ്രാം ചിക്കൻ, 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ പിന്നിയെടുത്തതാണ്. ഇതുപോലെ നമ്മൾ എടുത്താൽ പത്തിരി കഴിക്കുന്ന സമയത്ത് ചിക്കൻ കടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 പച്ചമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നതിന് ശേഷം മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി അല്പം അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പാക്കറ്റിൽ വാങ്ങുന്ന ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള പൊറോട്ട കൊണ്ടാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇതൊരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അഞ്ച് പൊറോട്ട ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 കപ്പ് പാലും ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടണം. ഇനി ഇതൊരു മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഉപ്പ് ഞാൻ കാണിക്കാൻ മറന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അല്പം മല്ലിയില കൂടി മുറിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് ചെയ്യുന്നത്. ഇതിൽ അല്പം നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്.
അടിയിലൊരു കട്ടിയുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഓരോ പൊറോട്ടയായിട്ട് ഇതിനകത്ത് മുക്കി ഇതിലേക്ക് മുക്കി പാനിലോട്ട് വെച്ച് കൊടുക്കാം. ആദ്യത്തെ പൊറോട്ട ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മുക്കി ഞാൻ പാനിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പൊറോട്ടയുടെ സൈസിനുള്ള പാൻ തന്നെ എടുക്കണം. ഇനി അടുത്ത പൊറോട്ടയും അതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ കൂട്ടിൽ മുക്കിയതിന് ശേഷം ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മൂന്നാമത്തെ പൊറോട്ടയും വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ മസാല വെച്ച് കൊടുക്കുകയാണ്. ഒരു മുട്ട പുഴുങ്ങിയത് കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പൊറോട്ടയും മുട്ടയുടെ കൂട്ടിൽ മുക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുകയാണ്. ഇനി വീണ്ടും മസാല വയ്ക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അത് ഫില്ലായിക്കോട്ടെ. ഇനി ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഒരു 20-25 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് കളർ ഒഴിച്ച്, അതുകൊണ്ടാണ് ഈ ഒരു നിറം നമുക്ക് കാണുന്നത്. ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കളർ ഒഴിച്ചിട്ടുള്ളത്. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.